സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമായ പേരാണ് ഗ്ലാമി ഗംഗ എന്ന പേര്. ബ്യൂട്ടി ഫാഷൻ ബ്ലോഗറായ ഗ്ലാമി ഗംഗയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട്. ഗ്ലാമി ഗംഗയുടെ ബ്ലോഗുകളും റീലുകളും എല്ലാം തന്നെ യൂട്യൂബിൽ വൻ ഹിറ്റുകളുമാണ്. തന്റെ പുത്തൻ വിശേഷങ്ങളും തന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്രഹങ്ങളും മലയാളത്തിലെ ഒരു വാർത്താമാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ഗ്ലാമി ഗംഗ. ഇപ്പോൾ അടുത്തിടെ തന്റെ അമ്മയ്ക്ക് സന്തോഷം പകരുവാനായി അമ്മയും കുട്ടി സിംഗപ്പൂരിലും തായ്ലൻഡിലുമൊക്കെ ട്രിപ്പ് പോയിരുന്നു ഗംഗ. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തുടക്കത്തിൽ ഒറ്റയ്ക്ക് യാത്ര പോകാമെന്ന നിലപാടിലായിരുന്നു ഗംഗ. എന്നാൽ പിന്നീട് അമ്മയുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അമ്മയെയും കൂടെ കൂട്ടുകയായിരുന്നുവെന്നാണ് ഗംഗ പറയുന്നത്. അമ്മ സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് അമ്മയ്ക്കൊപ്പം താൻ ആ ഇന്റർനാഷണൽ ട്രിപ്പ് പോയതെന്ന് പറയുകയാണ് ഗ്ലാമി ഗംഗ. അന്ന് അമ്മയ്ക്കുണ്ടായ സന്തോഷവും അത്ഭുതവും കാണാൻ തന്നെ രസമായിരുന്നു. അങ്ങനെ ഇതുവരെ യാത്രകളൊന്നും പോയിട്ടില്ലാത്ത ആളാണ് എൻ്റെ അമ്മ. 17ാമത്തെ വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം കഴിഞ്ഞത്. അവിടെ മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഗ്ലാമി ഗംഗ പറയുകയാണ്. അമ്മയുടെയും തങ്ങളുടെയും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വരെ ക്രൂരമായ രീതിയിൽ അച്ഛൻ്റെ പ്രവൃത്തികൾ പോയതോടെയാണ് ഞങ്ങൾ അച്ഛനിൽ നിന്നും അകന്ന് താമസിക്കാൻ തുടങ്ങിയത് എന്നും ഗംഗ പറയുന്നുണ്ട്. പലരും അച്ഛൻ്റെ മനസ്സ് മാറ്റുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ മനുഷ്യൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് അച്ഛനെ ഓർത്തുകൊണ്ട് ഗ്ലാമി ഗംഗ പറയുന്നത്. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയും ഗ്ലാമി ഗംഗ അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട്. പലരുടെയും വിചാരം യൂട്യൂബിൽ വീഡിയോകൾ പങ്കിടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത്. പക്ഷേ അതത്ര സുഖകരമായ കാര്യമല്ല. എനിക്ക് സഹായികൾ ആരും തന്നെയില്ല. ഞാൻ തന്നെ മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നത് എന്നും ഗംഗ പറയുന്നുണ്ട്. ഉപയോഗിച്ച് മോശം അനുഭവം തന്നിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നിറത്തിലല്ല കാര്യം, ഹെൽത്തി സ്കിന്നിലാണെന്നും ഗംഗ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാവിയിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്യണമെന്നും അത് അമ്മമാർക്ക് വരുമാനം നൽകുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആകണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗംഗ പറയുകയാണ്. തൻ്റെ അമ്മ നേരത്തെ ജോലിക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പോകാറില്ല. അമ്മയോട് താനാണ് ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞതെന്നും ഗ്ലാമി ഗംഗ പറയുന്നു. അമ്മ വീട്ടിലുള്ളതാണ് എൻ്റെ സന്തോഷം. ജീവിതത്തിലെ വലിയ ആഗ്രഹം അമ്മയുടെ 2ാം വിവാഹമാണ്. അമ്മ നല്ല വൈബുള്ള ഒരാളെ കല്യാണം കഴിച്ച് യാത്രയൊക്കെ പോകുന്നതും ആ ഒരു സ്നേഹം അമ്മ അനുഭവിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗ്ലാമി ഗംഗ തുറന്നു പറയുകയാണ്. അതേസമയം തന്നെ ഗ്ലാമി ഗംഗയുടെ നിഷ്കളങ്കമായ തിരുവനന്തപുരം ശൈലിയിലുള്ള സരസമായ അവതരണത്തിനാണ് ആരാധകർ ഏറെയും. ടിക്ടോക്കിലൂടെയാണ് ഗ്ലാമി ഗംഗ സോഷ്യൽ മീഡിയയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. എന്നാൽ ടിക്ടോക്കിന് ബാൻ വന്നതിന് ശേഷം കോവിഡ് കാലത്താണ് യൂട്യൂബ് ബ്ലോഗിങ്ങിൽ ഗ്ലാമി ഗംഗ സജീവ സാന്നിധ്യമായി മാറുന്നത്. തുടക്കകാലത്ത് സ്വന്തമായി ഫോണില്ലാതിരുന്നതിനാൽ അനുജിത്തിയുടെ ഫോണിലായിരുന്നു ഗ്ലാമി ഗംഗയുടെ വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങുമെല്ലാം. അതിനുശേഷം യൂട്യൂബ് വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോഴാണ് സ്വന്തമായി പുതിയൊരു ഫോൺ പോലും ഗ്ലാമി ഗംഗ വാങ്ങുന്നത്. ഫാഷൻ, ബ്യൂട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഗ്ലാമി ഗംഗ ഏറെയും ചെയ്യുന്നത്. ഇന്ന് ഗ്ലാമി ഗംഗയ്ക്ക് 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുമുണ്ട്. മാത്രമല്ല ആൺതുണയില്ലാത്ത തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതും ഗംഗ തന്നെയാണ്. അച്ഛന്റെ ക്രൂരതകൾ മൂലം താനും സഹോദരിയും അമ്മയും അനുഭവിച്ച ദുരിതങ്ങൾ പലപ്പോഴായി അഭിമുഖങ്ങളിലൂടെയൊക്കെ ഗ്ലാമി ഗംഗ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഇതുവരെ സമ്പാദിച്ച പണം കൊണ്ട് സ്വന്തമായൊരു കൊച്ചു വീട് പണി കഴിപ്പിക്കുന്ന തിരക്കിൽ കൂടിയാണ് ഗ്ലാമി ഗംഗ ഇപ്പോൾ. സ്വന്തമായി വീടില്ലാത്തതിനാൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ഏറെ നാളുകളായി വാടക വീട്ടിലാണ് ഗ്ലാമി ഗംഗയുടെ താമസം. അമ്മയുടെയും അനുജിത്തിയുടെയും സന്തോഷമാണ് അന്നും ഇന്നും ഗംഗയ്ക്ക് പ്രധാനം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.